കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഒരു 5 കൊല്ലം ഇതുപോലെ ഒരു മാസ് സിനിമ ഞാൻ കണ്ടിട്ടില്ല. സിനിമ സൂപ്പർ സൂപ്പർ സൂപ്പർ. ഔട്ട് ആൻഡ് ഔട്ട് മാസ് എന്റർടൈനർ. മതി, ഇത് ധാരാളം മതി. കുളവാക്കിയിട്ടേ ഇല്ല. എച്ച് വിനോദ് കറക്റ്റ് പെർഫെക്റ്റ് മീറ്റർ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം കിടുക്കിയിട്ടുണ്ട്. മതി, ജയിക്കാനായാലും തോൽക്കാനായാലും ഇത് മതി. എന്തെങ്കിലും മതിയല്ലോ. പാട്ട് അടിപൊളി, ഒന്നും പറയാനില്ല. എടാ ഇത് സത്യമായ കാര്യമാണോ അതോ അല്ല നോണ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. തലപതിയുടെ വലിയ ഫാനാണ്. കളവ് പറഞ്ഞ എനിക്ക് ശീലമില്ല. വിശ്വാസമായിട്ട് പോകാമല്ലോ. പിന്നെയും സംശയം ബാക്കിയോ? കണ്ടില്ലേ, ബ്ലാസ്റ്റ് ആണ്, തിയേറ്റർ മൊത്തം കത്തി. പൂജ്യം ശൂന്യം. എല്ലാം സൂപ്പർ ആയിട്ട് പൊളിച്ചിട്ടുണ്ട്. സത്യമായിട്ട് അഗസ്റ്റിൻ രോമാഞ്ചിഫിക്കേഷൻ എവിടെ കണ്ടില്ലേ? കണ്ടു. രോമാഞ്ചിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഇന്ത്യക്കാരനും നമ്മൾ കണ്ടിരിക്കണം. അത്രക്കും കിടിലൻ പടമാണ്. അത്രയും വേണം. കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഒരു ഫുൾ ഓളാണ്. രോമൊക്കെ എഴുന്നേറ്റ് നൃത്തം കളിക്കാണ്. മനോഹരം, ഗംഭീരം. അയ്യോ, ആരാ ഇവിടെ ഇങ്ങനെ തുറന്നു വിട്ടത്? അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി കളയാം. ആര് കേട്ടാലും വിശ്വസിക്കില്ലാലും ഞാനൊരു കാര്യം പറയാം. ഈ 3 മണിക്കൂർ പടം എങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കണം. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഓഡിയൻസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ പടം, ഫാൻസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ പടം. അതെ, നമ്മളെ ഇന്ത്യൻ രാഷ്ട്രീയം എന്താണോ അത് തുറന്നു കാണിച്ച വിജയ് അല്ലാതെ വേറൊരു നടൻ ചെയ്യില്ല. അത്രക്കും കിടിലൻ പടമാണ്. ഓരോ ഇന്ത്യക്കാരനും കാണണം. ഈ സമയത്ത് ഞാൻ പ്രായം നോക്കൂല മോനെ. ഈ കയ്യകലത്തുനിന്ന് മാറി നിന്ന് ജനനായകൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. ജന ടോർച്ചർ എന്നാണ് പറയുന്നത്. ഭയങ്കര ദ്രോഹം, ജനദ്രോഹമായി പോയി. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ടിപ്പിക്കൽ വിജയ് പടത്തിൽ കുറച്ച് രാഷ്ട്രീയം കയറ്റി, അത്രേ ഉള്ളൂ. ഒന്നുമില്ല, വെറും വേസ്റ്റ്. സെക്കൻഡ് ഹാഫില് തമിഴ്നാടിന്റെ ആകാശത്തൂടെ റോക്കറ്റ്, ഹെലികോപ്റ്റർ, അമ്പലം കത്തുന്നു, പള്ളി കത്തുന്നു, എന്തൊക്കെയോ കാണിച്ചിട്ട് രക്ഷിച്ചിട്ടുണ്ട്. ലോജിക്ക് മാറ്റി വെച്ചിട്ടുണ്ടോ? ഇഷ്ടപ്പെടും ലോജിക്ക് മാറ്റി വെച്ചിട്ട് കണ്ടാലും ലോജിക്ക് മാറ്റുന്നതിനൊരു പരിധി വേണ്ടേ? മതിയടാ ഞങ്ങളുടെ ജോയിന്റിൽ ഓയിൽ അടിച്ചത് മതി. ബാക്കിലേക്ക് പോയി, നീ ബസിന്റെ ബാക്കിലേക്ക് സദ്യ നടക്കണ്ട. ഞാനൊരു പെടട്ടടാ. ഇയാള് പെടാണ്ട് എടുക്കാൻ പറ്റുമോ? അപ്പൊ വന്താൻ തലവരവ. അയ്യോ വയ്യട്ടാ പോലീസ്. ജനനായകൻ എന്റെ മോനെ ഒന്നും ചെയ്യില്ല അച്ചു. എന്റെ അനന്തനെ ഒന്നും ചെയ്യല്ലേ. ഒന്നും ചെയ്യൂല, കുത്തി കുടലെടുക്കുള്ളൂ കേട്ടാ. അയ്യോ, കണ്ണൻ വൺ ലാസ്റ്റ് ഡാൻസ് നല്ലൊരു വൺ ലാസ്റ്റ് കാട്ടവരാതം ആക്കി തന്നെ തന്നിട്ടുണ്ട്. അതും നല്ല പ്രോമാക്സ് ലെവലില്. ജനസംസാരം അങ്ങനെയാ. സീൻ ബൈ സീൻ, ഷോട്ട് ബൈ ഷോട്ട് വൻ അപരാധത്തിന്റെ ഏറും കളി, കോമാളിത്തരത്തിന്റെ അങ്ങേയറ്റ്. അപ്പൊ ഈ പടം എസ് വിനോദാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. പുള്ളി ഡമ്മി പീസാ. എന്നെ സംശയിക്കരുത്. ആര് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഒരു ഫോമാറ്റ് ഉണ്ട്, ഇതിന്റെ ഉദ്ദേശമുണ്ട്, ഇതിന്റെ പ്രൊപ്പഗാൻഡ ഉണ്ട്. അത് വെച്ചെടുത്തിരിക്കുന്ന സിനിമയാ. സാധാരണ ഇത്തരം സിറ്റുവേഷനില് എന്താ നാട്ടു നടപ്പ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ മലങ്കൾട്ടായിട്ട് ഇത് കണ്ടങ്ങ് ചിരിച്ച്, കോമാളി തന്നെ ഉണ്ടെങ്കിൽ ചിരിച്ച്, അത്രേ ഉണ്ടായുള്ളൂ. പിന്നെ മമിതയുടെ ഈ പേടിക്കലും ക്യൂട്ട്നെസ്സും, പിന്നെ ഒരു മൊണ്ണേഷ് കുമാർ, ഒരു കാമുകൻ, അതിന്റെ പരിപാടി, പിന്നെ പാസം. ഈ കഥ ഞാൻ കേട്ടതാണ്. അയ്യോ, നല്ല അസൽ കഥയാണ് സാർ. ഈ കഥ സാറ് ചെയ്താലേ ശരിയാവുള്ളൂ. അതെ സാർ, ഇന്ത്യയിൽ സാറല്ലാതെ വേറെ ഒരു ഡയറക്ടർ ഇല്ല ഇത് ചെയ്യാൻ. വെരി ടഫ് സർ. അപ്പൊ മമിതയുടെ വെറുപ്പിക്കലൊരു ഭാഗത്ത് അണ്ണൻ ത്രൂ ഔട്ട് ഉണ്ട്. അണ്ണൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊഴലിയാണോ? അല്ല, അണ്ണൻ മറ്റേ സാധനമല്ലോ കഴുത്ത് ഉളുക്കുന്നേ, അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. മോനെ, നീ ഇപ്പോഴും പിന്നെ ബബിൾഗം ചവയ്ക്കലും പരിപാടി ഇപ്രാവശ്യം ഉണ്ടായില്ല. മറ്റേ ഇതും ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല. പിന്നെ ഐ ആം വെയിറ്റിങ്ങിന് വേറെ ഐ ആം കമ്മിങ് ആണ്. ഇല്ല, മാറ്റമൊന്നുമില്ല. എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അത്രയും മോശം, ഒരു ടെക്നിക്കലി മോശപ്പെട്ടൊരു സിനിമ, അത്രയും മോശം. അതിൽ തന്നെ VFX എടുത്തു പറയണം.
മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം. പക്ക AI ക്രിയേറ്റഡ് വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോ ഗെയിംസ്, ഇതാ തന്നെ കഥ പറയാവില്ലേ. ക്ലൈമാക്സിലെ കാണാം സൈഫൈയെ പോലെ റോബോട്ട്സും യന്ത്രന്മാരൊക്കെ വന്നിട്ട് പറക്കുന്ന ഡ്രോൺസ്, എന്തൊക്കെയോ ലാസ്റ്റിൽ തരമണിക്കൂറൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കാണേണ്ട പരിപാടികളാണ്. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. പിന്നെ രക്ഷകൻ തന്നെ, പിന്നെ അമ്മപ്പാസം രേവതി. നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. അത് മൊത്തത്തില് ഇദ്ദേഹം റിയൽ ലൈഫിൽ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ, പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ സിനിമയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു പച്ചക്കാട്ടവരാതാണത്. ഇപ്പൊ എങ്ങനെ? അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്. ഇലക്ഷന് മുമ്പ് ഇറക്കിയിരുന്നെങ്കിൽ വിജയ്ക്ക് ആൾക്കാർ ഒരു വോട്ട് ചെയ്യില്ലായിരുന്നു. കാരണം ഈ പടം കണ്ട് അത്രയ്ക്ക് ദേഷ്യം വന്നെങ്കിൽ ഇപ്പൊ ഇറക്കിയതുകൊണ്ട് രക്ഷപ്പെട്ടു, സേഫാണ്. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. അപ്പോ ഇത്രയൊരു കോൺഫിഡൻസ് ലെവല് വെച്ചിട്ടുള്ള പരിപാടി, അതായത് വൺ ലാസ്റ്റ് ഡാൻസോടെ അവസാന സിനിമയായിട്ട് തന്നെ സിനിമ ഇറക്കി. അത് വേറെ കാര്യം, പോയിന്റ് മനസ്സിലായ. എന്നിട്ട് അത് കഴിഞ്ഞ് ഇലക്ഷന് മത്സരിച്ച് ജയിച്ച് CM ആയി. എന്നിട്ട് ഈ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പോഴും. അതാടാ ചങ്കൂറ്റം. അതൊരു മരണമാസ സംഭവം തന്നെയാണ്. സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാ മതി. പക്ഷെ ഞാൻ ഇപ്പോഴും പറയണ സജിയേട്ടാ, കണ്ണൻ വൺ ലാസ്റ്റ് ഡാൻസ് നല്ലൊരു വൺ ലാസ്റ്റ് കാട്ടവരാതം ആക്കി തന്നെ തന്നിട്ടുണ്ട്. അതും നല്ല പ്രോമാക്സ് ലെവലില്. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് പോയി നോക്കണോ? തുറന്നങ്ങ് വിട്ടേക്കുക. നിങ്ങൾക്ക് പോകാം വരാം. ബ്ലാസ്റ്റേ